ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു അബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടിയത്രേ അത്. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അതു മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥന്. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദിഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ വിശ്വാസികളായ നമുക്കെല്ലാവർക്കും അവരുടെ ഭൗതിക ജീവിതത്തിൽ ഒരു മേൽവിലാസമാകേണ്ട അത്യുത്തമമായ ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു ഗുണമാണ് വിഷയീഭവിച്ചത്. ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യർ പലരും തികഞ്ഞ അതൃപ്തിയിലും ഭൗതിക വിഭവങ്ങൾ നേടിയെടുക്കുന്നതിലുള്ള മത്സരത്തിലും അവ തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ തികഞ്ഞ നീരസത്തിലുമാണ്. എത്ര ലഭിച്ചാലും മതിയായില്ല എന്ന മട്ടിലാണ് മനുഷ്യൻ. ഉള്ളവൻ അധികരിപ്പിക്കുവാനുള്ള നട്ടോട്ടത്തിൽ, ഇല്ലാത്തവൻ തനിക്ക് തടയപ്പെട്ടതിലുള്ള നീരസത്തിലും നൈരാശ്യത്തിലും റബ്ബിനോടുള്ള പ്രയാസത്തിലും വിഷമതയിലും. ഇവിടെയാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃക കാണിച്ചതായ
ഒരു ഉത്തമ ഗുണം മനുഷ്യർ അറിഞ്ഞ് മനസ്സിലാക്കി അവർ പ്രയോഗവൽക്കരിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ പ്രസ്തുത ഉത്തമ ഗുണം പേറിക്കൊണ്ട് നടക്കുകയും ചെയ്യേണ്ടത്. വിശിഷ്യ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ എത്രയുണ്ടായാലും മതിവരാത്ത മനുഷ്യന്മാർ. കവി പറഞ്ഞില്ലേ ചില മനുഷ്യരെ കുറിച്ച്, കൽഹൂതി ലാ യക്ഫീഹി മാ യുർവീഹി യഗ്മാ ഇലൽ മാഇ വഫൂഹു ഫീഹി. ചില മനുഷ്യർ കൽഹൂതി തിമിംഗലത്തെ പോലെയാണ്. ലാ യക്ഫീഹി മാ യുർവീഹി, തിമിംഗലത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ദാഹം തീർക്കുവാൻ മതിയാവുകയില്ല. യഗ്മാ ഇലൽ മാ വഫൂഹു ഫീഹി, തിമിംഗലത്തിൻ്റെ വായ ആഴിക്കടലിലാണുള്ളത്, എന്നാലും അത് ആഴിക്കടലിലേക്ക് ഊളിയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇவ்விதം കൽഹൂതി ലാ യക്ഫീഹി മാ യുർവീഹി യഗ്മാ ഇലൽ മാഇ വഫൂഹു ഫീഹി. ചില മനുഷ്യന്മാരുണ്ട് മതിയാകാതെ വീണ്ടും ഭൗതികതയിലേക്ക് മൂക്കുകുത്തി അതിലേക്ക് ആഴത്തിൽ ആണ്ടിറങ്ങി ജീവിക്കുന്ന മനുഷ്യന്മാർ. അവർ പലവിധ പരാജയങ്ങളിലാണ് ചെന്ന് ചാടുകയും അവരുടെ ജീവിതം പലവിധ നഷ്ടങ്ങളിലാണ് കലാശിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഉത്തമ ഗുണങ്ങൾ ദീൻ പഠിപ്പിച്ചത് വിളിച്ചോതി പണ്ഡിതന്മാർ വിശ്വാസികളെ ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്ന ഒരു ദുആ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ റിവായത്ത് ചെയ്തത് നമ്മൾ കേൾക്കുകയുണ്ടായി. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, തിരുമൊഴിയാണ്. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി, അല്ലാഹുവേ നീ എനിക്കേകിയ ഉപജീവനത്തിൽ നീ എനിക്ക് ആത്മസംതൃപ്തി പകരണമേ, തൃപ്തിയേകണമേ, അത് മതി എന്നുള്ള ഒരു തൃപ്തി കനിയണമേ. വബാരിക് ലീ ഫീഹി, നീ എനിക്ക് ഏകിയതിൽ നീ ബർക്കത്ത് ചൊരിയണമേ. വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു ദുആയാണ്. ചെറിയ വചനങ്ങളിൽ വലിയ ആശയങ്ങൾ സംഗമിക്കുന്ന മഹനീയമായ ദുആ. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി, പടച്ചവനെ നീ എനിക്ക് റിസ്കേകിയതിൽ നീ എനിക്ക് തൃപ്തിയേകണമേ, അതിൽ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണമേ. ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മറ്റൊരു ദുആ ഇപ്രകാരം സ്ഥിരപ്പെട്ടു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇജ്അൽ റിസ്ഖ ആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബത്തിന്റെ റിസ്ഖിനെ നീ ആക്കണമേ. ഖൂത, ഖൂത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് തടയുന്നതും അതേപോലെ യാചന തടയുന്നതുമായതെന്തോ അത്. വിശപ്പിനെ പോക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നത് ഇല്ലാതാക്കുന്നത്, അതാണ് ഖൂത്ത്. അത് നീ ആല് മുഹമ്മദിന്റെ റിസ്ഖ് ഉപജീവനമാക്കണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. ഈ ദുആയിൽ തെളിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകുന്നത് കുറച്ചായാലും അതിലൊരു തൃപ്തി അതുണ്ടാവണം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിഞ്ഞ് അന്യരുടെ മുമ്പിൽ കൈനീട്ടുന്നത് തടയപ്പെടുന്ന, എന്നാൽ വിശപ്പിന് പരിഹാരമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവിധം ദുആയിരുന്നു. അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളെ ഉത്ബോധിപ്പിച്ചു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിഖ കഫാഫ വഖന്നഅഹു ബിമാ ആതഹ. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയം വരിച്ചു. ആരാണ് വിജയം വരിച്ചവൻ? മൻ അഫ്ലഹ, ഖദ് അസ്ലമ, ഖദ് അഫ്ലഹ മൻ അസ്ലം. മൻ അസ്ലം, മുസ്ലിമായവനാണ് വിജയം വരിച്ചവൻ. മാത്രമല്ല വറുസിഖ കഫാഫ, കഫാഫിനെ ഉപജീവനമായി നൽകപ്പെട്ടവനും വിജയം വരിച്ചു. അപ്പൊ ഇസ്ലാം സ്വീകരിച്ച് കഫാഫ്
ഉപജീവനമായി നൽകപ്പെട്ടവന് വിജയം വരിച്ചു. കഫാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ വിശപ്പടക്കുന്നത്, യാചന അതിനെ തൊട്ട് തടയുന്നത്, അത് ഉപജീവനമായി ഒരാൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് വിജയം വരിച്ചു. തീർന്നില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുന്നു, വഖന്നഅഹു ബിമാ ആതഹ, അല്ലാഹു നൽകിയതിൽ അല്ലാഹു അവന് ഖനാഅത്ത്, അത് മതി എന്നുള്ള ഒരു തൃപ്തി പ്രദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ളവർ വിജയം വരിച്ചു എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ആരാണ് വിജയം വരിച്ചവൻ? വിജയം വരിച്ചവൻ മുസ്ലിമാണ്. അള്ളാഹു കഫാഫ് പ്രദാനം ചെയ്തവനാണ്. തനിക്ക് നൽകിയതിൽ അള്ളാഹു ഒരാൾക്ക് തൃപ്തി പകർന്നിട്ടുണ്ട് എങ്കിൽ അവനാണ്. അപ്പൊ തന്നതിൽ, നൽകപ്പെട്ടതിൽ തൃപ്തിയുള്ളവനായി, അത്യാർത്തി കാണിക്കാതെ, അവകാശങ്ങൾ ഹനിക്കാതെ, അള്ളാഹുവിന് നേരെ കോപിഷ്ഠനാകാതെ തൃപ്തിപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിട്ട് സ്ഥിരപ്പെട്ടുള്ളത്. ഒരു അസറിൽ ഇമാം ഇബ്നു മാജയുടെ റിവായത്തിൽ, കുൻ വരിഅൻ തകുൻ അഅബദൻ നാസ് വകുൻ ഖനിഅൻ തകുൻ അഗ്നൻ നാസ്. കുൻ വരിഅൻ, നീ ഒരു വരിഅ്. വരി എന്ന് പറഞ്ഞാൽ വിരക്തനായിട്ടുള്ള ജീവിതം, വിരക്തിയുടെ ജീവിതം നയിക്കുന്നവൻ എങ്കിൽ നിനക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്ത് എടുക്കുന്നവനായിട്ട് കഴിയാം. വക്കുൻ ഖനിയൻ, നീ ഖനിയനായി ജീവിക്ക്. എങ്കിൽ തക്കുൻ അഗ്നൻ നാസ്. ഖനിയൻ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്ക്, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും. തക്കുൻ അഗ്നൻ നാസ്, നിനക്ക് ഏറ്റവും വലിയ സമ്പന്നനായി മാറാം. ഇതാണ് അസറിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ വരിയായി വിരക്തനായി ജീവിച്ചാൽ ഏറ്റവും നല്ല നിലക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്ത് ജീവിക്കാൻ അയാൾ കഴിയും. ഒരാൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അയാൾക്ക് ഏറ്റവും ധനികനായിട്ട് പരിലസിക്കുവാൻ, ജീവിക്കുവാൻ കഴിയും. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയായി സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ ഏതാനും സംഭവങ്ങൾ കേൾക്കുകയുണ്ടായി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ പറയുന്നത്? ഹിജ്റ വന്നതിൽ പിന്നെ സൈത്തും ഖുബ്സും 2 ദിവസം തുടർച്ചയായി വയറു നിറയെ കഴിച്ച അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരേക്കും. അതേപോലെ തന്നെ 3 നാൾ തുടർച്ചയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ വയറു നിറയെ ഗോതമ്പിന്റെ റൊട്ടി കഴിച്ചത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സീറത്ത്, ചരിതം നമ്മളോട് ഓതുന്നത്, ദുനിയാവിൻ്റെ പരപ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അതിൽ നമ്മൾ സമ്പാദിക്കുമ്പോൾ, ഭൗതികതയിൽ കണ്ണു നട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതായ സ്വഭാവവും നമ്മൾ സ്വീകരിക്കേണ്ടതായ ജീവിതത്തിൽ നമ്മുടെ മേൽവിലാസവുമാണ്. അതെന്തായിരിക്കണം? നമ്മൾ ഒരു കനിയാണ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ അത്യാർത്തിയിൽ നമ്മൾ പായുകയോ ദുനിയാവിന് അമിത പ്രാധാന്യം കൽപ്പിച്ച് ആഖിറത്തിനെ വിഗണിക്കുന്ന, അതിന് 2ാം സ്ഥാനം കൽപ്പിക്കുന്ന ഒരു ദുസ്ഥിതിയോ നമുക്കുണ്ടാവില്ല. തടയപ്പെട്ടതിൽ പടച്ച റബ്ബിനോട് കോപിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയില്ല. മറ്റുള്ളവർക്ക് നൽകിയതിൽ അവരോട് അസൂയപ്പെട്ട് അവരുടെ അനുഗ്രഹം നീങ്ങുവാനുള്ള ദുർമോഹം നമ്മളിൽ ഉദിക്കുകയില്ല. സലഫു സാലിഹീങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ട് ചില വരികൾ നമ്മൾ കേൾക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. സത്യവിശ്വാസിയായി സുഹൃതമനുഷ്ഠിക്കുന്ന ആണും പെണ്ണുമില്ല, വല്ലവരും അങ്ങനെ ചെയ്താൽ, അഥവാ സത്യവിശ്വാസിയായി സുഹൃതമനുഷ്ഠിച്ചാൽ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ,
അവനെ നാം നല്ല ജീവിതം ജീവിപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ എന്നുള്ളതിന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മറ്റും നൽകിയ വിവരണം തഫ്സീർ എന്താ ഹയാത്തൻ തയ്യിബ എന്ന് പറഞ്ഞാൽ ഖനാഅത്ത് എന്നാണ്. അവർക്ക് ഖനാഅത്തിന്റെ ജീവിതം നാം കനിയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നാണ്. എന്താ ഖനാഅത്ത്? ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള, നൽകപ്പെട്ടതിൽ തൃപ്തിപ്പെട്ട് ആത്മസംതൃപ്തിയുള്ള ഒരു ജീവിതം അവർക്ക് കനിയും എന്നതാണ് ഇതിന്റെ തഫ്സീറായി അലി റളിയല്ലാഹു തആല പറഞ്ഞത്. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മറ്റു ചില മുഫസ്സിരീങ്ങളിൽ നിന്നും അപ്രകാരം വിവരണം വന്നിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി പറഞ്ഞു, മൻ തമിഅ താശ ഐശുഹു വമൻ ഖനിഅ താബ ഐശുഹു. മൻ തമഅ, ഒരാൾ അത്യാർത്ഥിക്കാരനായാൽ, താശ ഐശുഹു, അവന്റെ ജീവിതം പിടിവിട്ട് അത് വിഭ്രാന്തിയിലായി. എന്നാൽ വമൻ ഖനിഅ, ഒരാൾ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ, താബ ഐശുഹു, അവന്റെ ജീവിതം നന്നായി, അത് മികവുറ്റതായി എന്നുള്ളതാണ്. മറ്റൊരു പണ്ഡിതൻ പറഞ്ഞത്, അൽ ഹുർറു അബ്ദുൻ മാ ഖനിഅ വൽ അബ്ദു ഹുർറുൻ അൽ ഹുർറു അബ്ദുൻ മാ തമിഅ വൽ അബ്ദു ഹുർറുൻ മാ തമിഅ. അതായത് സ്വതന്ത്രൻ അടിമയാകും എപ്പോൾ അവൻ അത്യാർത്ഥിയുടെ ജീവിതം നയിച്ചാൽ. സ്വതന്ത്രനായ മനുഷ്യന്മാർ അടിമയായി മാറും എപ്പോൾ അവൻ ആർത്തിയുള്ള ജീവിതം നയിച്ചാൽ. എന്നാൽ അടിമ സ്വതന്ത്രനായി ജീവിക്കും അവൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുള്ളൊരു ജീവിതമാണ് ഒരു അടിമക്കുള്ളതെങ്കിൽ അവൻ സ്വതന്ത്രനെ പോലെയാണ്, അവന്റെ ജീവിതം സ്വതന്ത്രന്റെ ജീവിതമാണ് എന്നാണ് ഈ ആപ്തവാക്യത്തിൽ പറയപ്പെടുന്നത്. എന്നാൽ ഒരു സ്വതന്ത്രൻ അവൻ അത്യാർത്ഥിയിലാണെങ്കിലോ അവൻ അടിമക്ക് സമാനമാണ്. അവൻ മറ്റൊരുവന്റെ മേൽക്കോയ്മക്കും മറ്റൊരാളുടെ കൽപ്പനക്കും ഭരണത്തിനും കീഴിലെന്ന പോലെയാണ് അവൻ സ്വതന്ത്രനാണെങ്കിലും ശരി. ഇതാണ് പഠിപ്പിക്കപ്പെടുന്നത്. അബു ഹാസിം എന്ന മഹാൻ അമവികളുടെ ഖിലാഫത്തിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനോട് അമവി ഖുലഫാക്കളിലേക്ക് കൈനീട്ടുവാനുള്ള ഒരു പരാമർശം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ കൈ എൻ്റെ മൗലയായ അള്ളാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നു, എൻ്റെ ആവശ്യം ഞാൻ അള്ളാഹുവിലേക്ക് പറഞ്ഞിരിക്കുന്നു. ഇൻ ആതാനി ഖബിൽത് ഇൻ മനാനി ഖനഅത്. എൻ്റെ മൗലയായ അള്ളാഹു എനിക്ക് നൽകിയാൽ ഞാൻ അത് സ്വീകരിക്കും, എൻ്റെ മൗലയായ അള്ളാഹു എനിക്ക് തടഞ്ഞാൽ ഞാൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. ഇതാണ് അബു ഹാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായത്. അപ്പോൾ പൂർവികരിൽ നിന്ന് ഇவ்விധം പല മൊഴികളും ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിൽ, അതേപോലെ തന്നെ പൂർവ്വസൂരികളിൽ നിന്നുള്ള ആപ്ത മഹൽ വചനങ്ങളിൽ ഇപ്രകാരം ഖനാഅത്തുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ദുനിയാവിൻ്റെ ഭൗതികതയുടെ പളപളപ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ പൂണ്ടുപിടിച്ച് അതിൽ ആർത്തി കാണിച്ച് അതിനുവേണ്ടി മത്സരിച്ച് അതിനുവേണ്ടി കിടമത്സരം നടത്തി അതിനുവേണ്ടി അസൂയയുള്ളവരായി അതിൻ്റെ പേരിൽ ഖദാഖദറിൽ കോപിച്ചും അസംതൃപ്തി പ്രകടിപ്പിച്ചും ഇവിടെ ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച ഒരു വചനമുണ്ട്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ വറഹ്മതു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. അതല്ല, മനുഷ്യരാണോ നിന്റെ റബ്ബിന്റെ റഹ്മത്തിനെ വീതം വെക്കുന്നത്? അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം പലതായി പല വിഭവങ്ങളായി ഈ ദുനിയാവിലുണ്ട്, ഈ ലോകത്തുണ്ട്. അത് മനുഷ്യരാണോ വിഭജിക്കുന്നത്, വീതം വെക്കുന്നത്? അഹും യഖ്സിമൂൻ റഹ്മത റബ്ബിക്. ആ ചോദ്യം ഒരിക്കലുമല്ല. റബ്ബിന്റെ റഹ്മത്ത് വീതം വെക്കുന്നത് റബ്ബാണ്.
ആർക്കെങ്കിലും നൽകുന്നുവെങ്കിൽ റബ്ബ് നൽകുന്നു, ആർക്കെങ്കിലും തടയുന്നുവെങ്കിൽ റബ്ബ് തടയുന്നു, ആർക്കെങ്കിലും അധികരിച്ചു നൽകുന്നുവെങ്കിൽ അള്ളാഹു നൽകുന്നു, അധികരിപ്പിക്കുന്നു, ആർക്കെങ്കിലും കുറക്കുന്നുവെങ്കിൽ അതും റബ്ബിന്റെ ഹിക്മത്തിന്റെയും നീതിയുടെയും തേട്ടമാണ്. അപ്പൊ ആഹും യഖ്സിമുന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അള്ളാഹു പറയാണ്, നാമാണ് ഭൗതിക ജീവിതത്തിൽ മനുഷ്യന്മാരുടെ മഈശത്തിനെ, ജീവിതോപാധിയെ വീതിച്ചിട്ടുള്ളത്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ, മനുഷ്യരിൽ ചിലരുടെ മീതെയാക്കുകയും ഉയർത്തുകയും ചെയ്ത ദറജാത്ത്, പല പദവികളായി. മനുഷ്യന്മാരെല്ലാവരും ഒരേ പദവിയിലല്ല, പിന്നെയോ പല പദവിയിലും പല ദറജകളിലാണ് മനുഷ്യന്മാരുള്ളത്. അത് ആരാ നിശ്ചയിച്ചത്? വറഫഅന, അള്ളാഹുവാണ് അവിധം മനുഷ്യരെ ഉയർത്തിയിട്ടുള്ളത്. എന്തിന്? ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ, മനുഷ്യർ ചിലർക്ക് കീഴാളന്മാരായി, ചിലർക്ക് കീഴ്പ്പെട്ട് കൊണ്ടുള്ള ഒരു ജീവിതം ഈ ദുനിയാവിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് കീഴൊതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല എങ്കിൽ ഇവിടെ ജീവിത സന്ധാരണം നടക്കൂല, ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും പാരസ്പര്യവും നടക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരേക്കാൾ ഉയർത്തിയില്ലായിരുന്നുവെങ്കിൽ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം അടിയാറുകൾക്കിടയിൽ വിഭജിച്ചു. ചിലരുടെ മീതിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറഹ്മത്തു റബ്ബിക് ഖൈറും മിമ്മാ യജ്മഊൻ. വറഹ്മത്തു റബ്ബിക്, നിന്റെ റബ്ബിന്റെ റഹ്മത്ത്, കാരുണ്യം, ഖൈറും മിമ്മാ യജ്മഊൻ, മനുഷ്യർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതത്രേ. അതുകൊണ്ട് മനുഷ്യന്മാർ മത്സരിക്കേണ്ടത്, മനുഷ്യന്മാർ പണിയെടുക്കേണ്ടത്, മനുഷ്യന്മാർ പാടുപെടേണ്ടത് ആ റബ്ബിന്റെ റഹ്മത്ത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ദുനിയാവിൻ്റെ ഈ താൽക്കാലികമായ തുച്ഛമായ വഞ്ചിതമായ വിഭവങ്ങൾക്ക് വേണ്ടിയല്ല എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഉത്ബോധിപ്പിക്കുകയും ഉണർത്തുകയുമാണ്. അപ്പോൾ മേലായ റബ്ബാണ് ഈ ദുനിയാവിൽ, ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ഉപജീവനം നമുക്ക് വീതിച്ച് നൽകുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എങ്കിൽ, നൽകപ്പെട്ടതിൽ അത് കുറവാണെങ്കിൽ എന്തിനാണ് അതൃപ്തി? കുറവാണ് എങ്കിൽ കൂടുതൽ ഉള്ളവരുടെ പേരിൽ എന്തിനാണ് അസൂയ? നൽകപ്പെട്ടവനോട് എന്തിനാണ് വിദ്വേഷം? എല്ലാം കനിയുന്ന നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖദാ ഖദറിൽ എന്തിനാണ് അതൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം? ഇതാണ് ഇവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ, ഖലീൽ ഇബ്നു അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെ നാമങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. എന്തിനാ അത് പറഞ്ഞത്? അവരൊക്കെ ഈ ദുനിയാവിൽ രാജകൊട്ടാരങ്ങളിൽ നിന്ന് പല വാഗ്ദാനങ്ങളും നൽകപ്പെട്ടവരായിരുന്നു. സുൽത്താൻമാർ അവരുടെ മുമ്പിൽ പലതും അവതരിപ്പിച്ചിരുന്നു. പക്ഷേ സുൽത്താൻമാർ അവതരിപ്പിച്ചതിൽ അവർ വഞ്ചിതരായില്ല. അതിനുവേണ്ടി അവർ മത്സരിക്കുകയോ അതിനുവേണ്ടി അവർ പാടുപെടുകയോ ചെയ്തില്ല. പ്രത്യുത അവർ തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ഈ മഹത്തുക്കൾ ദുനിയാവിൽ ആർത്തി പൂണ്ടുകൊണ്ടുള്ള ജീവിതം മാറ്റിവെച്ച് അവർ അള്ളാഹു തങ്ങൾക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ മത്സരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതം ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ഇരക്കുന്നത്. അവരുടെ ജീവിതം വായിക്കുമ്പോൾ അതിൽ നമ്മൾ മാതൃക കാണുകയും മാതൃക ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. ഇന്നും നോക്കൂ നിങ്ങൾ, ഈ മിമ്പർ ഖുത്ബയിൽ ഈ നാമങ്ങൾ സ്മരിക്കപ്പെട്ടു. എങ്ങനെ സ്മരിക്കപ്പെട്ടു? സൽകീർത്തിയിൽ സ്മരിക്കപ്പെട്ടു. അവർ മൺമറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ സൽകീർത്തി ഈ ദുനിയാവിൻ്റെ പരപ്പിൽ അള്ളാഹു ശേഷിപ്പിച്ചു. അതിൽ അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞു. എന്തുകൊണ്ട്? അവർ ദുനിയാവിന് വേണ്ടി ജീവിച്ചില്ല, പ്രത്യുത ആഖിറത്തിന് വേണ്ടി ജീവിച്ചു. ദുനിയാവിന് പ്രാമുഖ്യവും പ്രഭാവവും കൽപ്പിച്ചില്ല, പ്രത്യുത ആഖിറത്തിന് പ്രാമുഖ്യവും പ്രഭാവവും കൽപ്പിച്ചു. അവർക്ക് റബ്ബിൻ്റെ റിദയും അള്ളാഹുവിനുള്ള താഴത്തുമായിരുന്നു ഏറെ ഇഷ്ടപ്പെട്ടത്. അവർക്ക് ദുനിയാവായിരുന്നില്ല ഏറ്റവും വിലപ്പെട്ടത്. അതിനാൽ അവർ ദുനിയാവിനെ വിഗണിച്ചു. അതിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതിനെ അവർ വേണ്ടെന്ന് വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനമേകിയതിൽ അവർ അത്യാർത്ഥിയുള്ളവരായി ജീവിക്കുകയും ചെയ്തു എന്നതാണ്. ഇവിടെ ഖനാഅത്തിലുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. നൽകപ്പെട്ടതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. അതിനർത്ഥം ഒരാൾ സമ്പാദിക്കേണ്ട എന്നോ
ഒരാൾ ദുനിയാവ് തനിക്ക് നിശ്ചയിക്കപ്പെട്ടത് നേടിയെടുക്കുവാൻ വേണ്ടി പണിയെടുക്കേണ്ട എന്നോ അല്ല. പ്രത്യുത അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ദുനിയാവിൽ നമ്മൾ ചലിക്കുവാൻ, ദുനിയാവിൽ നമ്മൾ സമ്പാദിക്കുവാൻ, അള്ളാഹുവിൻ്റെ ഔദാര്യം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുവാൻ. പക്ഷേ ഈ പരിശ്രമങ്ങളും അധ്വാനങ്ങളും അത് ഖനാഅത്തിനൊരിക്കലും വിഘ്നമല്ല. വിഘ്നമാകുന്നത് എപ്പോഴാണ്? നിഷിദ്ധ സമ്പാദ്യത്തിന് വേണ്ടി മനുഷ്യന്മാർ മത്സരിക്കുമ്പോഴാണ്, അതിനുവേണ്ടി പണിയെടുക്കുമ്പോഴാണ്. തൻ്റെ സമ്പാദ്യം ഒരാൾ അള്ളാഹുവിന് പ്രീതിപ്പെട്ടതല്ലാത്ത നിലക്ക് ഒരാൾ നിശ്ചയിക്കുമ്പോഴാണ്. ചതി നടത്തി, പറ്റിച്ച്, വെട്ടിപ്പിടിച്ച്, അതേപോലെ തന്നെ ചതിച്ച് പിടുങ്ങിയെടുത്ത് കൈക്കൂലിയായി സ്വീകരിച്ച്, പലിശയായി സ്വീകരിച്ച്, ഇങ്ങനെ മനുഷ്യന്മാർ നിഷിദ്ധമായ മേച്ചിൽപ്പുറങ്ങളിൽ തങ്ങളുടെ സമ്പാദ്യങ്ങളെ തേടുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോഴാണ് സമ്പാദ്യം ഖനാഅത്ത് എന്ന സ്വഭാവത്തിന് നേരെ വിപരീതമായി മാറുകയും ആ സ്വഭാവത്തെ ഒരു മനുഷ്യനിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. അതേപോലെ ഒരാൾക്ക് സമ്പാദ്യം നൽകിയതിൽ അസൂയ വെച്ചുകൊണ്ട് ചിലർ ജീവിക്കും. എന്താണ് അസൂയ? മറ്റവൻ്റെ നിഅമത്ത് നീങ്ങിപ്പോകുവാനുള്ള ആർത്തിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നോട്ടവും അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുക്കലുമാണ്. ഇങ്ങനെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവമെങ്കിൽ അത് ഖനാഅത്തിനെതിരാണ്. ഇതേപോലെ ചിലർക്ക് നൽകപ്പെട്ടു, തനിക്ക് തടയപ്പെട്ടു, ചിലർ അതിൽ അക്ഷമനാകും. അസഹിഷ്ണുതയിൽ അയാൾ പടച്ച റബ്ബിനെതിരിൽ വരെ സംസാരിക്കുന്ന അവസ്ഥ സംജാതമാകുകയും ചെയ്യും. അപ്പോൾ ഖനാഅത്തിനെ കുറിച്ചുള്ള സംസാരം ഒരിക്കലും നമ്മൾ അധ്വാനിക്കേണ്ടെന്നോ അനുവദനീയമായ രീതിയിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലൻ ത്വയ്യിബൻ, അനുവദനീയമായത് നല്ലത് നമുക്ക് വകവെച്ച് തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നസീബിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഒരാൾക്കും ഹറാമാക്കാനോ തടയാനോ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവകാശമല്ല. അതൊരിക്കലും ഖനാഅത്തിന് വിഘ്നമല്ല. പക്ഷേ ഖനാഅത്തിനെതിരാകുന്നത് ഇപ്രകാരം ദുസ്വഭാവം പേറിക്കൊണ്ടുള്ളതായ ഈ ദുനിയാവിൻ്റെ പരപ്പിലുള്ള അധ്വാനവും പരിശ്രമവുമാണ്. ജീവിതം ഭൗതികതയിൽ സന്തുലിതമായി തെറ്റുകളിലേക്ക് മറിയാതെ നിലനിൽക്കുവാൻ ചില മാനദണ്ഡങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഒന്ന്, അള്ളാഹുവിൻ്റെ ഖളാ ഖദർ മനസ്സിലാക്കി ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. രണ്ടാമത്തേത്, നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ കീഴിലുള്ളവരിലേക്ക് നോക്കാനാണ്, നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കാനാണ്. നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നോക്കുവാൻ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കുക. നമ്മളെ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഒരിക്കലും നമ്മൾ ദുനിയാവിൽ ആർത്തി കാണിക്കുന്നവരോ നമ്മൾക്ക് നൽകപ്പെട്ടതിൽ നമ്മൾ അക്ഷമരാകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ നിർദ്ദേശം ഈ ദുനിയാവിൽ ജീവിക്കുന്നവർക്ക് സന്തുലിതമായൊരു ജീവിതം സമ്പാദിക്കുവാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു മരുന്നാണ്. ഭൗതികതയിൽ ജീവിതം സന്തുലിതമാകുവാൻ ഏറ്റവും നല്ല ചിന്ത ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്, ഏതൊരു മനുഷ്യനും ദുനിയാവുള്ളവനാണെങ്കിലും ദുനിയാവ് ഇല്ലാത്തൊരവസ്ഥ അയാൾക്ക് വരാനിരിക്കുന്നു. സമ്പന്നൻ നിർധനനാകുന്ന, ഗനി ഫക്കീറാകുന്ന ഒരു നാളെ വരാനിരിക്കുന്നു. ചിലപ്പോൾ അയാൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലയളവിൽ തന്നെ അയാൾക്ക് ആ ദാരിദ്ര്യാവസ്ഥ സംജാതമാകും. അങ്ങനെ എത്രയോ മനുഷ്യന്മാരെ നമ്മൾക്കറിയാം. പലരുടെയും ചരിത്രം നമ്മൾ ആ വിഷയത്തിൽ കേട്ടതുമാണ്, അറിയുന്നവരാണ്. ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ അതിനപ്പുറം ഒരു ഇല്ലായ്മ അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി. ചരിത്രത്തിന് അയാൾ പാഠമാവുകയും ചെയ്തു. ഇനി ഏതൊരു മനുഷ്യനും കുറേ നേടിയിട്ടുണ്ടെങ്കിലും അയാൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അയാൾക്ക് വരാനിരിക്കുന്നു. അതാണ് അയാളുടെ മരണപ്പിറ്റേന്നുള്ള അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യത്ബഉൽ മയ്യിത സലാസുൻ
മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും എന്നാണ്. മയ്യത്തിനെ പിന്തുടർന്ന് 3 കാര്യങ്ങളാണ്. അഹ്ലുഹു വമാലുഹു വഅമലുഹു. മയ്യത്തിൻ്റെ കുടുംബ ബന്ധുമിത്രാദികൾ, മയ്യത്തിൻ്റെ സമ്പത്ത്, മയ്യത്തിൻ്റെ അമൽ കർമ്മം. ഇതിൽ കുടുംബവും ഫയർജിഉ ഇസ്നാനി, 2 കൂട്ടർ മടങ്ങും. അത് കുടുംബവും സമ്പത്തുമാണ്. വയബ്ഖ അമലുഹു, മനുഷ്യൻ്റെ കർമ്മമാണ് ശേഷിക്കുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ദുനിയാവിൽ ഏറെ പരിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ തനിക്ക് വേണ്ടിയല്ല പരിശ്രമിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന് അയാൾ അറിയണം. ഈ ദുനിയാവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അയാൾ തനിക്ക് വേണ്ടിയല്ല കഠിനാധ്വാനം ചെയ്യുന്നത്, പിന്നെയോ അയാൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യുന്നത്. പക്ഷേ സൽപ്രവൃത്തികളിൽ മുന്നേറുന്ന, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അയാൾ അധ്വാനിക്കുന്നത് തനിക്ക് വേണ്ടിയാണ്. കാരണം അതാണ് അവിടെ ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ, ഒരു മനുഷ്യന് 3 ഖലീലുമാരുണ്ട് എന്ന് പറഞ്ഞു. ഇഷ്ട തോഴന്മാർ, ഇഷ്ട ഭാജനങ്ങൾ. അതിലൊരു ഇഷ്ടഭാജനം കുടുംബമാണ്. ഒന്ന് അയാളുടെ സ്വത്താണ്, ഒന്നാൾ അയാളുടെ മകനാണ്. മരണം വരിച്ചാൽ 2 ഖലീൽ മൂപ്പരോട് യാത്ര അറിയും, കുടുംബവും സമ്പത്തും. അമല് എന്ന ഖലീൽ ഇഷ്ടത്തോഴനാണ്, അയാളുടെ കൂടെ ശേഷിക്കുക. അമല് ശേഷിക്കുമ്പോൾ മനുഷ്യൻ പറയുമെന്നാണ്, ലകുൻത അഹ്വന സലാസത്തി ഇലൈ, യഥാർത്ഥത്തിൽ 3 കൂട്ടുകാരെനിക്കുണ്ടായിരുന്നു. അമലാകുന്ന കൂട്ടുകാരാ, നീയായിരുന്നു ഈ 3-ൽ എനിക്ക് ഏറ്റവും നിസ്സാരം, ഒരു പരിഗണന ഉണ്ടായിരുന്നില്ല, പക്ഷെ നീയാണ് എൻ്റെ കൂടെ ശേഷിച്ചത് എന്ന് മയ്യത്ത് പറയും എന്നാണ് ചില തിരുമൊഴികളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു മനുഷ്യനും ഈ ദുനിയാവിൽ എത്ര ധന്യത അവകാശപ്പെടാനുണ്ടെങ്കിലും ഒരു ഫഖറിലേക്ക്, ദാരിദ്ര്യാവസ്ഥയിലേക്ക് അയാൾ മടങ്ങുന്ന നാളെ വരാനിരിക്കുന്നു. അത് മരണപ്പിറ്റേന്ന് ഉറപ്പാണ്, കട്ടായമാണ്. എന്താണ് ചില തിരുമൊഴികളിൽ വന്നത്? അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സുനനുകളിൽ വാരിദായ വിശാലമായ ഹദീസിൽ, മനുഷ്യൻ്റെ ഖബറിൽ മനുഷ്യനിലേക്ക് ചില സന്ദർശകർ വരും. സത്യവിശ്വാസിയുടെ ഖബറിലേക്ക് വരുന്ന സന്ദർശകൻ സുന്ദര മുഖം പൂണ്ട്, സുന്ദരമായ രൂപത്തിൽ, സുഗന്ധങ്ങൾ അതിൻ്റെ അകമ്പടിയിലാണ് വരിക എന്നാണ്. അപ്പോൾ വിശ്വാസി ഖബറിൽ വെച്ച് തൻ്റെ അടുക്കലേക്ക് വന്ന ആഗതനോട് ചോദിക്കും, മൻ അൻത് വവജുഹുക്കല്ലദീ യഅതി ബിഖൈർ, നീ ആരാണ്? നിന്റെ മുഖം നന്മ കൊണ്ടുവരുന്നല്ലോ. ബശ്ശറക്കല്ലാഹു ബിൽ ഖൈർ, അള്ളാഹു നിനക്ക് നന്മ കൊണ്ട് സുവിശേഷം അറിയിക്കട്ടെ. മൻ അൻത്, നീ ആരാണ് എന്ന് ചോദിക്കും. ആര്? വിശ്വാസി ഖബറിൽ വെച്ച്, ബർസഖിൽ വെച്ച് ആഗതനോട്. അപ്പോൾ ആ ആഗതൻ പറയുന്നത്, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സൽപ്രവൃത്തികളാണ് എന്നാണ്. എന്നാൽ പാപിയുടെയും അവിശ്വാസിയുടെയും ഖബറിലേക്ക് ഇപ്രകാരം ഒരാഗതൻ വരും. എങ്ങനെ വരും? വൃത്തികെട്ട രൂപത്തിൽ, വൃത്തികെട്ട മുഖഭാവത്തിൽ, ദുർഗന്ധങ്ങൾ പേറിയാണ് വരിക. അപ്പോൾ ഈ പാപി ചോദിക്കും, അവിശ്വാസി ചോദിക്കും, മൻ അൻത് വവജുഹുക്കല്ലദീ യഅതി ബിശ്ശർ, നീ ആരാണ്? നിന്റെ മുഖം ഷർറാണ് കൊണ്ടുവരുന്നത്. ബശ്ശറക്കല്ലാഹു ബിശ്ശർ, ഷർറ് കൊണ്ട് അള്ളാഹു നിനക്ക് സുവിശേഷം അറിയിക്കട്ടെ. നീ ആരാണ് എന്ന് പറയുമ്പോൾ പറയും, വബശ്ശറക, ഷർറ് കൊണ്ട് അള്ളാഹു നിന്നെയും സന്തോഷം അറിയിക്കട്ടെ. അന അമലുക്കൽ ഖബീസ്, ഞാൻ നിന്റെ മ്ലേച്ഛ വൃത്തികളാണ്, നീ ചെയ്ത അമലുകളാണ് ഞാൻ, അത് മ്ലേച്ഛ വൃത്തികളാണ്, അതാണ് ഞാൻ എന്നാണ് ആ ആഗതൻ പറയുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനോടൊപ്പം ശേഷിക്കുന്നത് അവൻ്റെ അമലുകളാണ്. അത് സ്വാലിഹായ അമലാണ് എങ്കിൽ അതുണ്ടാകും, ത്വാലിഹായ ദുഷിച്ച അമലുകളാണ് എങ്കിൽ അതും ഉണ്ടാകും. അപ്പോൾ ഈ ദുനിയാവിൽ എത്ര നേടുന്നവനും അവൻ ഇല്ലായ്മയിൽ പരിണമിക്കുന്ന ഒരു ഭാവി അയാൾക്കുണ്ട്. ഈ ദുനിയാവിൽ സൽപ്രവൃത്തികൾ, അമലുകൾ അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ ആ അമലുകളാൽ മനുഷ്യന്മാർ എന്നും ധന്യരായിരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളെ എന്നും ധന്യരാക്കി ശേഷിപ്പിക്കുന്ന സൽപ്രവൃത്തികൾ, അതിനു വേണ്ടിയിട്ട് വിശ്വാസികൾ മത്സരിക്കുകയും അതിനുവേണ്ടി വിശ്വാസികൾ ഈ ദുനിയാവിൽ സമയം ചെലവഴിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മൾ വസിയത്തായി കേൾക്കുകയുണ്ടായത്. ദുനിയാവിൽ
നമുക്കെന്താണോ വിഭജിക്കപ്പെട്ടുള്ളത്, നിർണയിക്കപ്പെട്ടുള്ളത് നമ്മൾ തേടിയെത്തും. വഫിസ്സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ. വാനത്തിന് മുകളിലാണ് നിങ്ങളുടെ ഉപജീവനമുള്ളത്. അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ അർഹർക്ക് റബ്ബിൻ്റെ ഹിക്മത്തിൻ്റെയും അദിലിൻ്റെയും നീതിയുടെയും യുക്തിയുടെയും തേട്ടമനുസരിച്ച് അത് എത്തിക്കുകയും നൽകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മുടെ പുരുഷായുസിൽ നമ്മൾ നമ്മുടെ ഇഹത്തെയും പരത്തെയും ധന്യമാക്കുന്ന യഥാർത്ഥ വിശ്വാസം, സൽപ്രവൃത്തികൾ, അതിൽ മത്സരിക്കുകയും മുന്നേറുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽപ്രവൃത്തികൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന പലരും നമ്മളോട് ദുആക്ക് വസിയത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ചില ഇഷ്ടക്കാർ, അവരുടെ ബന്ധുക്കൾ മരണപ്പെട്ട വാർത്ത അറിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക് പൊറുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും ഏകി അള്ളാഹു അവരെ ആഖിറത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട ബർസഖിനെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഹൃദയ വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് കനിയുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാം അവൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാവർക്കും കൺകുളിർമയേറ്റ് നൽകുമാറാവട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാർക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.